നമസ്കാരം. ഇന്ന് ഈസ്റ്റർ ആണ്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷത്തിലാണ്. യേശുദേവന്റെ പീഡാനുഭവത്തിനും ക്രൂശുമരണത്തിനും ശേഷമുള്ള പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ലോകത്തിലേക്കുള്ള ഉയിർപ്പാണ് ഈസ്റ്റർ. ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. വാർത്താരംഭം തുടങ്ങുകയാണ്. ആദ്യം പരിശോധിക്കാം പ്രധാന തലക്കെട്ടുകൾ. ഉത്താന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്താന പെരുന്നാളിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ ആഘോഷത്തിൽ വിശ്വാസികൾ. ഉയിർപ്പിന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന. സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. മോദി സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ഇന്ത്യ സഖ്യം. ഡൽഹിയിൽ ഇന്ന് മഹാറാലി. 28 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുക്കും. മമതാ ബാനർജി വിട്ടുനിൽക്കും. ആദായ നികുതി വകുപ്പിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ. ഹർജി നാളെ പരിഗണിക്കും. 3 ദിവസത്തിനിടെ കോൺഗ്രസിന് ലഭിച്ചത് 3567 കോടിയുടെ നോട്ടീസ്. UP ഇളക്കി മറിക്കാൻ പ്രധാനമന്ത്രി. മീററ്റിൽ മോദിയുടെ മെഗാ റാലി ഇന്ന്. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 26 നാൾ. ഈസ്റ്റർ അവധിയായതിനാൽ ഇന്ന് പത്രികാ സമർപ്പണമില്ല. ദേവാലയങ്ങൾ സന്ദർശിച്ച് സ്ഥാനാർത്ഥികൾ. സംസ്ഥാനത്ത് പുതിയ നികുതി ഫീസ് നിരക്കുകൾ നാളെ മുതൽ പ്രാബല്യത്തിൽ. കെട്ടിട നികുതി 5% കൂടും. ചെക്ക് കേസിനും വിവാഹമോചന കേസിനും ഫീസ് ഉയരും. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ഗുജറാത്ത് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ സൂപ്പർ കിങ്സിന് ഡൽഹി ക്യാപിറ്റൽസ് എതിരാളി. പ്രത്യാശയുടെ നിറവിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ പ്രാർത്ഥനകളും ശുശ്രൂഷകളും നേരം പുലരുന്നതുവരെ തുടർന്നു. കോതമംഗലം രൂപതയ്ക്ക് കീഴിലുള്ള ആരക്കുഴ സെന്റ് മേരീസ് മേജർ എപ്പിസ്കോപ്പൽ ദേവാലയത്തിൽ സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. എറണാകുളം കരിങ്ങാച്ചിറ പള്ളിയിൽ നടന്ന ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് മലങ്കര മെത്രാപ്പോലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ ലത്തീൻ രൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയുടെ നേതൃത്വത്തിൽ ആയിരുന്നു ചടങ്ങുകൾ. ജ്ഞാനായ അതിഭദ്രാസനം റാന്നി മേഖലാധിപൻ കുറിയാക്കോസ് മോർ ഇവാനിയോസിന്റെ കാർമ്മികത്വത്തിലായിരുന്നു മണാർക്കാട് സെന്റ് മേരീസ് പള്ളിയിലെ ഉയിർപ്പ് ദിന ശുശ്രൂഷകൾ.
എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ അഫ്യത്തട്ടിൽ ഈസ്റ്റർ ദിനത്തിൽ ആശംസിച്ചു. ഉത്താന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്താന പെരുന്നാളിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ഏറെ സ്നേഹത്തോടുകൂടെ ആശംസിക്കുന്നു. ഹാപ്പി ഈസ്റ്റർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തിരുവനന്തപുരം പാറ്റൂർ ദേവാലയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ലോക്സഭ എംപിയുമായ ശശി തരൂരും പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തു. വാർത്താരംഭം മറ്റ് വാർത്തകൾ പരിശോധിക്കുകയാണ്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി ഇന്ന് ഡൽഹിയിൽ. രാംലീല മൈതാനി രാവിലെ 10 മണി മുതൽ ആണ് ജനാധിപത്യം സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള റാലി. ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ ഉൾപ്പെടെ 28 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ റാലിയിൽ പങ്കെടുക്കും. 1 ലക്ഷത്തിലധികം പേർ റാലിയിൽ പങ്കെടുക്കും എന്നാണ് ഇന്ത്യ മുന്നണി വ്യക്തമാക്കിയിട്ടുള്ളത്. ER രാഗേഷ് ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം, അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ഇന്ത്യ മുന്നണിയുടെ ശക്തിപ്രകടനമാണോ 10 മണിക്ക് നടക്കാൻ പോകുന്നത്? അഭിലാഷ്, തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണമൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഏപ്രിൽ 19-ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. ഏതായാലും ആ ഘട്ടത്തിലാണ് സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി ഇപ്പോൾ ഇന്ത്യ സഖ്യം രംഗത്ത് വരുന്നത്. ഇതിലേക്ക് നയിച്ച സാഹചര്യം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ്. കഴിഞ്ഞ 21-ാം തീയതിയാണ് ഡൽഹി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് ഇന്ത്യ മുന്നണി വീണ്ടും സജീവമായി ഇത്തരത്തിൽ ഒരു വേദി, ബഹുജന റാലി സംഘടിപ്പിക്കുന്നത്. രാംലീല മൈതാനിയിലാണ് 10 മണിക്കാണ് റാലി നിശ്ചയിച്ചിട്ടുള്ളത്. ഏതായാലും 28 പ്രതിപക്ഷ പാർട്ടികൾ ഈ റാലിയുടെ ഭാഗമാകും എന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും കോൺഗ്രസിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖർഗെ പങ്കെടുക്കും. ഒപ്പം തന്നെ ഇടതു പാർട്ടികൾ CPM-ൽ നിന്ന് സീതാറാം യെച്ചൂരി, CPI-യിൽ നിന്ന് D രാജ, NCP-യിൽ നിന്ന് ശരത് പവാർ, ഉദ്ധവ് താക്കറെ, ആദിത്യ താക്കറെ തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കും. ഒപ്പം തന്നെ സഞ്ജയ് റൌത്തും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. JMM-ൽ നിന്ന് മുഖ്യമന്ത്രി ചമ്പൈ സോറനായിരിക്കും JMM-നെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുക. ഒപ്പം പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഈ സഖ്യത്തിന്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല. പക്ഷേ മമതാ ബാനർജി പങ്കെടുക്കുന്നില്ലെങ്കിൽ പോലും ഡെറിക് ഒബ്രൈൻ പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വിശാല ഐക്യം, ഇന്ത്യ മുന്നണിയുടെ വേദി, കേന്ദ്രത്തിനെതിരെ ഒരു പ്രതിപക്ഷ സഖ്യത്തിന്റെ ഒരു കൂട്ടായ്മ, അതാണ് ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ഏതായാലും വിവിധ വിഷയങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഒന്ന്, ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ആദായ നികുതി വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തികമായും ഇത്തരത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, തൊഴിലില്ലായ്മ, ഒപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമം അടക്കമുള്ള വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായി വാർത്തകൾ നിറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇലക്ട്രോൾ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതികൾ. അപ്പോൾ അതിൽ BJP-യുടെ പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ ഏതായാലും പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ് ഇത്തരമൊരു കൂട്ടായ്മയിലേക്ക് വഴി തെളിയിച്ചെങ്കിൽ പോലും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് ഇത് കേവലം ഒരു നേതാവിനെ ഉദ്ദേശിച്ചുള്ള അല്ലെങ്കിൽ നേതാവിന് വേണ്ടിയുള്ള റാലിയല്ല, ഏതെങ്കിലും പാർട്ടിയുടെ മാത്രം നടത്തുന്ന ഒരു പരിപാടിയല്ല, മറിച്ച് ജനാധിപത്യം സംരക്ഷിക്കുക, ഭരണഘടന സംരക്ഷിക്കുക, ഈ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇന്ത്യ സഖ്യം ഈ പ്രചാരണത്തിനായി അല്ലെങ്കിൽ ഈ ബഹുജൻ റാലിയുമായി രംഗത്ത് വരുന്നത്. അതിനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം പരിപാടിയുമായി ചുരുക്കി കാണരുത് എന്ന ആവശ്യം കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷ ഐക്യത്തിന്റെ വിളിച്ചോതുന്ന ഒരു പരിപാടിയാക്കി, റാലിയാക്കി മാറ്റുകയാണ് ഇതിനേതായാലും ഇന്ത്യ മുന്നണി നേതാക്കൾ ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇത്തവണ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ 7 മണ്ഡലങ്ങളിൽ നിന്ന് പരമാവധി പ്രവർത്തകരെയും ഒക്കെ രാംലീല മൈതാനിലേക്ക് എത്തുകയാണ് പാർട്ടികളുടെ ലക്ഷ്യം. അഭിലാഷ്, അങ്ങനെ ഇന്ത്യ സഖ്യം ഇന്ന് കരുത്ത് തെളിയിക്കാൻ വീണ്ടും ഒരുങ്ങുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി UP-യിലേക്കാണ് പുറപ്പെടുന്നത്. UP-യിലെ ആദ്യ റാലി ഇന്ന് നടക്കുകയാണ്. മീററ്റിലാണ് പ്രധാനമന്ത്രിയുടെ ആദ്യ റാലി.
ഇ ആർ രാഗേഷ് വീണ്ടും ചേരുന്നുണ്ട്. ഇ ആർ, ഇത് ഒരു പക്ഷേ നമുക്ക് തെരഞ്ഞെടുപ്പ് വാർത്തയിൽ ഉൾപ്പെടുത്തേണ്ടതാണ് എങ്കിൽ പോലും ഇത്തരത്തിലൊരു പ്രത്യേകതയുണ്ടല്ലോ. അതായത് ഇന്ത്യ മുന്നണി അവിടെ ശക്തിപ്രകടനം നടത്തുന്നു. അത് പ്രധാനമായും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമാണ്. EDയെയും ആദായ നികുതി വകുപ്പിനെയും ഒക്കെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുള്ള മറുപടി കൂടി ഇന്ന് ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നൽകില്ലേ? അഭിലാഷ്, UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്നാണ് പൊതുവെ പറയാറുള്ളത്. BJPയുടെ 2 തെരഞ്ഞെടുപ്പ് വിജയങ്ങളും 2014-ലാകട്ടെ 2019-ലാകട്ടെ UPയിൽ വലിയ മുന്നേറ്റം BJP നടത്തിയിട്ടുണ്ട്. അവരുടെ വലിയ വിജയങ്ങൾക്ക് UPയിലെ നേട്ടം ഒരു കാരണമായിരുന്നു. ഇപ്പോഴേതായാലും UPയിലെ പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുകയാണ്. മീററ്റിലാണ് ആദ്യത്തെ റാലി. മീററ്റിലെ രാഷ്ട്രീയമായ പ്രത്യേകത പശ്ചിമ UPയുടെ ഭാഗമാണ് മീററ്റ്. ഒപ്പം തന്നെ ജാട്ടുകൾ, ഒപ്പം തന്നെ ഗുജ്ജറുകൾ, ഈ സമുദായങ്ങൾക്ക് വലിയ മേധാവിത്വം അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം ജാട്ടുകളാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കർഷക സമരവുമായി ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ജാട്ട് വിഭാഗം ഇവിടെ നിന്ന് BJPയിൽ നിന്ന് അകലുന്നു അടക്കമുള്ള റിപ്പോർട്ടുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഏതായാലും RLD, പ്രത്യേകിച്ച് ജാട്ടു പാർട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന ജയന്ത് ചൗധരിയുടെ പാർട്ടി, ആ പാർട്ടിയെ ഒപ്പം നിർത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം നേരത്തെ ഇത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച, കഴിഞ്ഞവണയൊക്കെ സമാജ്വാദി പാർട്ടിയുമായി സഖ്യമായി മത്സരിച്ച പാർട്ടിയാണ് RLD. അപ്പോൾ RLD NDAയിൽ പ്രവേശിച്ചതിന് ശേഷം മോദിയുടെ ഒരു പ്രധാനപ്പെട്ട റാലിയിൽ പങ്കെടുക്കുന്നതാണ് ഇന്നത്തെ പ്രത്യേകത. ജയന്ത് ചൗധരി ഇന്നത്തെ റാലിയിൽ പ്രധാനമന്ത്രിയുമായി വേദി പങ്കിടുന്നുണ്ട്. അവർ 2 സീറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പശ്ചിമ UP അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം BJP പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മീററ്റിൽ നിന്ന് ഇന്ന് റാലി തുടങ്ങാനുള്ള തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണവും UPയിലെ പ്രചാരണം പ്രധാനമന്ത്രി ആരംഭിച്ചത് മീററ്റിൽ നിന്ന് തന്നെയായിരുന്നു. സ്വാഭാവികമായും അഭിലാഷ് സൂചിപ്പിച്ച പോലെ വലിയ വിമർശനങ്ങൾ പ്രതിപക്ഷത്തിനെതിരെ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് റാലി അടക്കം രാംലീല മൈതാനിയിൽ നടക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി എന്തു പറയും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും റാലിയിൽ പരമാവധി പ്രവർത്തകരെ എത്തിക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് BJP. വരും ദിവസങ്ങളിലും UPയിലെ വിവിധ മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നുണ്ട്. തീർച്ചയായും ഉത്തർപ്രദേശിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ പ്രധാനമായി ഉയർത്തി കാണിക്കാൻ പോകുന്നത് രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം തന്നെയായിരിക്കും. അങ്ങനെ 80 സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ പരമാവധി സീറ്റുകൾ കഴിയുമെങ്കിൽ ഉത്തർപ്രദേശ് തൂത്തുവാരുക എന്നത് തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് കൂടി പ്രധാനമന്ത്രി മറുപടി നൽകും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ഇനി 26 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ജനനന്മയ്ക്കായി രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. Co-presented by Berger Paints, 100 years of trust. കേരളത്തിൽ വോട്ടെടുപ്പിന് ഇനി 26 ദിവസമാണ് ശേഷിക്കുന്നത്. ഈസ്റ്റർ അവധി ദിനം ആയതിനാൽ ഇന്ന് പത്രികാ സമർപ്പണം ഇല്ല. ഏപ്രിൽ 4 വരെയാണ് കേരളത്തിൽ പത്രികാ സമർപ്പണം നൽകുവാനുള്ള സമയം. അതായത് 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളും വരുന്നത്. ഇന്നിപ്പോൾ ഈസ്റ്റർ ദിനമാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര സ്ഥാനാർത്ഥികൾ എല്ലാം തന്നെ ദേവാലയങ്ങൾ സന്ദർശിച്ച് വിശ്വാസികളെ കണ്ട് വോട്ട് തേടുന്നതിന് കൂടിയുള്ള ഒരു അവസരമാക്കി അതിനെ മാറ്റുന്നുണ്ട്. VV വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, ഈസ്റ്റർ ദിനമായതുകൊണ്ട് ശശി തരൂരിനെ പോലെയുള്ളവർ MP എന്ന പ്രിവിലേജ് കൂടിയുണ്ട്. അതുകൊണ്ട് കൃത്യമായി ദേവാലയത്തിലൊക്കെ പോകാനും ആ ചടങ്ങിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മറ്റ് സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് മിഡിൽ കേരളീയ ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിലൊക്കെ എല്ലാ സ്ഥാനാർത്ഥികളും ദേവാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ അവധി ദിവസം അവധിയില്ലാതെയാണല്ലോ സ്ഥാനാർത്ഥികളുടെ ഒരു മുന്നോട്ട് പോക്ക്. അഭിലാഷ്, ഇതുവരെ സ്ഥാനാർത്ഥികളുടെ പ്രചരണം അത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. പെസഹ വ്യാഴത്തിന് നമ്മൾ കണ്ടു, കുരുത്തോല പെരുന്നാളിന് എല്ലാ ദേവാലയങ്ങളും പരമാവധി എത്താൻ കഴിയുന്ന ദേവാലയങ്ങളിലെല്ലാം എത്തി അവിടുത്തെ ചടങ്ങുകളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥികൾ ഇന്നും ആ നിലയ്ക്ക് തന്നെയാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അദ്ദേഹം വളരെ നേരത്തെ തന്നെ പള്ളികളിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ശശി തരൂർ ആ തരത്തിൽ ഇന്ന് ദേവാലയങ്ങളിലേക്ക് എത്തുന്നു. ഇടത് സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനും ദേവാലയങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെ 35 നാമനിർദ്ദേശ പത്രികകളാണ് സംസ്ഥാനത്ത് സമർപ്പിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ അവർ സൂചിപ്പിച്ചതുപോലെ ഇന്ന് നാളെയും പത്രിക സമർപ്പിക്കാൻ കഴിയില്ല. 4-ാം തീയതി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം.
മറ്റ് സ്ഥാനാർത്ഥികൾ, പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും പത്രിക സമർപ്പിച്ചിട്ടില്ല. അവരെല്ലാം തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. കൊല്ലത്ത് മുകേഷ് സമർപ്പിച്ചിരുന്നു, പത്തനംതിട്ടയിൽ തോമസ് ഐസക്, ആറ്റിങ്ങലിൽ NDAയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ, MK രാഘവൻ, അങ്ങനെ വലിയൊരു നിര, വസീഫ് തുടങ്ങി നിരവധി ആളുകൾ, സ്ഥാനാർത്ഥികൾ ഇതിനകം തന്നെ അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിക്കഴിഞ്ഞു. ഇനിയും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും പത്രിക സമർപ്പണം നടത്തേണ്ടതുണ്ട്. 5-ാം തീയതിയാണ് സൂക്ഷ്മ പരിശോധന, 8-ാം തീയതി വരെയാണ് പത്രിക പിൻവലിക്കാനുള്ള സമയം. ഏതായിരുന്നാലും വളരെ ശക്തിയോടുകൂടി തന്നെ ഈ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. വലിയ വിവാദങ്ങൾ, അതായത് ചർച്ചാ വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. CAA പോലുള്ള വിഷയം. അതിനു പിന്നാലെയാണ് ED ഉൾപ്പെടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നുവെന്ന ഇന്ത്യ മുന്നണിയുടെ ആരോപണം. എന്നാൽ അഴിമതി നടത്തിയാൽ ഉറപ്പായും പിടികൂടപ്പെടും, ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കണം എന്ന ഒരു നിലപാടുമായി കേന്ദ്ര BJP നേതൃത്വം അവർ അങ്ങനെ പോകുന്നു. സംസ്ഥാനത്തും ആ നിലയ്ക്ക് തന്നെയാണ്. മറ്റൊരു ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യയിൽ കുടുങ്ങിയ മലയാളികളുണ്ട്. റഷ്യയിലേക്ക് ജോലിക്ക് കൊണ്ടുപോവുകയും അവരെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ എത്തിച്ച് പിന്നീട് യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ചു. അതിൽ 4 പേരാണ് മലയാളികളായി റഷ്യയിൽ കുടുങ്ങിയത്. 2 പേർ ഇതിനകം തന്നെ എംബസിയുമായി ബന്ധപ്പെട്ട് സുരക്ഷിതരായിരുന്നു. അതിൽ ഒരാൾ ഡൽഹിയിലെത്തിയതായ വിവരമുണ്ട്. മറ്റ് 2 പേർ കൂടി അവരും സുരക്ഷിതരാണെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും ഇന്ന് പുറത്തു വരേണ്ടതുണ്ട്. രാഷ്ട്രീയം സ്വാഭാവികമായും ഈ വിഷയത്തിൽ അവരെ സുരക്ഷിതരായി എത്തിക്കുമോ അല്ലെങ്കിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ സമയത്ത് ഉയർന്നു വരും. അഭിലാഷ്, തീർച്ചയായും റഷ്യയിൽ നിന്ന് എത്തിയ ആളിൻ്റെ വാർത്ത കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അത് ചർച്ചയായി മാറിയ പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി, കേന്ദ്രമന്ത്രി കൂടിയാണ് BJPയുടെ സ്ഥാനാർത്ഥി എന്ന് നമുക്കറിയാം, വി മുരളീധരൻ അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ മുരളീധരന് കെട്ടിവെക്കാനുള്ള പണം നൽകിയത് റഷ്യ-യുക്രൈൻ യുദ്ധത്തിൻ്റെ ഭാഗമായി യുക്രൈനിൽ നിന്ന് തിരികെ എത്തിയ മലയാളികൾ ആയിട്ടുള്ള കുട്ടികളുടെ നൽകിയിട്ടുള്ള പണം എന്നാണ് BJP അവകാശവാദം ഉന്നയിക്കുന്നത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങൾ എല്ലാം രാഷ്ട്രീയമായി കൂടി പ്രയോജനപ്പെടുത്താൻ മുന്നണികൾ ശ്രമിക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. അതേസമയം മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ ഈസ്റ്റർ ആഘോഷമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ ഉയർന്നു നിന്ന ഒന്ന്, അച്ചു ഉമ്മൻ എത്തുമോ, ഈ പത്തനംതിട്ടയിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആൻ്റണിക്ക് വേണ്ടി എത്തുമോ? അവിടെ അനിൽ ആൻ്റണിയാണ്. അനിൽ ആൻ്റണി ബാല്യകാല സുഹൃത്താണ്, അതുകൊണ്ട് വോട്ട് ചോദിക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. അച്ചു ഉമ്മൻ സംസ്ഥാന വ്യാപകമായി UDFനായി പ്രചാരണത്തിന് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. അനിൽ ആൻ്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിലും അച്ചു പ്രചാരണം നടത്തും. അനിൽ ബാല്യകാല സുഹൃത്തായതിനാൽ അച്ചു പത്തനംതിട്ടയിൽ വോട്ട് ചോദിച്ച് എത്തില്ല എന്നായിരുന്നു റിപ്പോർട്ടുകൾ. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വിദേശത്തേക്ക് മടങ്ങിയ അച്ചു ഇതോടെ വീണ്ടും കോൺഗ്രസ് ക്യാമ്പിൽ സജീവമാവുകയാണ്. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരുപക്ഷെ ഈ പുതുപ്പള്ളിയിലെ അടുത്ത സ്ഥാനാർത്ഥി അത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുമ്പോൾ പോലും അച്ചു ഉമ്മനാണ് കുറച്ചുകൂടി നല്ല സ്ഥാനാർത്ഥി എന്ന് ഒരു വിഭാഗത്തിനെങ്കിലും അഭിപ്രായമുണ്ടായിരുന്നു. അതിനുശേഷം ഈ പേര് പിന്നീട് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തിട്ടില്ല, വീണ്ടും ചർച്ചയാവുകയാണ്. എപ്പോഴേക്ക് അച്ചു ഉമ്മൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ സജീവമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്? അഭിലാഷ്, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഇവരുടെ എല്ലാവരുടെയും പേരുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും ശ്രദ്ധേയമായി ചർച്ച ചെയ്യപ്പെട്ടത് കോട്ടയം ലോക്സഭാ സീറ്റിൽ അച്ചു വന്നാൽ നല്ല മിടുക്കിയ സ്ഥാനാർത്ഥിയാണ് എന്നുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പരാമർശമായിരുന്നു. അന്ന് അത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് കാരണമാകുകയും ചെയ്തു. ഒടുവിൽ അച്ചു തന്നെ നിലപാട് വ്യക്തമാക്കി. താനിപ്പോൾ തെരഞ്ഞെടുപ്പ് പൊളിറ്റിക്സിലേക്ക് ഇല്ല എന്ന നിലപാട് വ്യക്തമാക്കി. ഇത്തവണ അച്ചു ഇറങ്ങുന്നു, പ്രചരണത്തിന് എത്തുന്നു എന്നുള്ളത് പല തരത്തിൽ അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിമാരായ 2 പേരുടെ മക്കൾ, കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലും AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും BJPയിൽ എത്തിക്കഴിഞ്ഞു. അനിൽ ആന്റണി ഇതാ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുകയും ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് ഉമ്മൻചാണ്ടിയുടെ മക്കളാണ് BJPയിലേക്ക് പോകാൻ പോകുന്നത് എന്ന വലിയ പ്രചരണം ഇടതുമുന്നണി ക്യാമ്പ് വഴിയടക്കം വലിയ രീതിയിൽ നടക്കുന്നതിനിടെയാണ് ഈ അച്ചു ഉമ്മൻ വീണ്ടും പ്രചരണത്തിനെത്തുന്നത്. അവർ വിദേശത്ത് തന്നെയായിരുന്നു, കുടുംബത്തിനൊപ്പം കഴിയുകയായിരുന്നു. എന്തായാലും ഈ മാസം 2-ന് രാത്രി അവർ കോഴിക്കോടെത്തും. 3-ന് വടകരയിലായിരിക്കും കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉണ്ടാകുക. 6-ാം തീയതിയാണ് പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അച്ചു ഉമ്മൻ എത്തുന്നത്. അച്ചു ഉമ്മൻ ഒരു പരിധിവരെ ഒരു വലിയ സ്റ്റാർ ക്യാമ്പയിനറാണ്. പ്രത്യേകിച്ച് ഷാർപ്പായി പ്രതികരണങ്ങൾ നടത്തുക, ജനങ്ങൾക്കിടയിലേക്ക് ഡൗൺ ടു എർത്തായി നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തുക, ഇങ്ങനെ ഇതിലെല്ലാം അച്ചു ഉമ്മൻ
ഒരു മികച്ച രാഷ്ട്രീയക്കാരിയാണ് എന്ന് കോൺഗ്രസ് ക്യാമ്പ് വിലയിരുത്തിയതാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ചൂമ്മന്റെ സാന്നിധ്യം അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല BJPയിലേക്ക് കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് എന്ന ആരോപണത്തിനൊരു മറുപടി നൽകുക കൂടിയാണ് ലക്ഷ്യം. എന്തായാലും പത്തനംതിട്ടയിൽ അടക്കം സംസ്ഥാനത്ത് എല്ലായിടത്തും അച്ചൂമ്മന് പരിപാടികൾ ഉണ്ടാകും. ഏതാണ്ട് 7-ാം തീയതിയോളം കണ്ണൂർ ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. പക്ഷേ അതൊക്കെ KPCC തീരുമാനിച്ചു വരുന്നതേ ഉള്ളൂ, അതിൻ്റെ ഒരു ഫൈനൽ ചാർട്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസ്ഥാനത്തൊട്ടാകെ അച്ചൂമ്മനെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പയിനറാക്കുന്നു. പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനും കോൺഗ്രസ് ഉദ്ദേശിക്കുകയാണ്. അഭിലാഷ്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന് ഈ വാർത്ത നൽകുമ്പോൾ നമുക്ക് ആ പോസ്റ്ററിൽ തന്നെ വ്യക്തമായി കാണാം. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്ക് വേണ്ടി അച്ചൂമ്മൻ എത്തുന്നു. ഏപ്രിൽ 6-ാം തീയതി 2024 ഏപ്രിൽ 6 എന്നതാണ്. അത്തരം വിമർശനങ്ങൾക്ക് അല്ലെങ്കിൽ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമിടുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ ആണ് അച്ചൂമ്മൻ. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അച്ചൂമ്മൻ്റെ ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഏറെ വൈറൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ യുവാക്കളെ അടക്കമൊക്കെ കൂടുതൽ ആകർഷിക്കാൻ സാധിക്കും എന്ന ഒരു പൊതുവിലയിരുത്തൽ കൂടിയുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ്. നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്നും മിഡിൽ കേരളയിൽ നിന്നും ഇനി മലബാറിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വാർത്താരംഭത്തിൽ കാസർകോട്ടെ 2 സ്ഥാനാർത്ഥികൾ, അതിൽ സിറ്റിംഗ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയം ആവർത്തിക്കും എന്നാണ് പറഞ്ഞത്. എങ്കിൽ കാസർഗോഡ് തിരിച്ചു പിടിക്കും എന്നതായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണന്റെ പ്രതികരണം. എന്നാൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ 100% വിജയപ്രതീക്ഷയെന്നാണ് NDA സ്ഥാനാർത്ഥി ML അശ്വിനി പറയുന്നത്. മണ്ഡലത്തിൽ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞു. വിജയിച്ചാൽ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കാം എന്നും അശ്വിനി ന്യൂസ് 18നോട് പറഞ്ഞു. NDA സ്ഥാനാർത്ഥി ML അശ്വിനിയാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിശേഷം അവരോട് തന്നെ ചോദിക്കാം. എന്താണ് വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? 100% വിജയപ്രതീക്ഷമാണ്. എന്താണ് അതിനുള്ള ഒരു ഘടകം? ബിക്കോസ് നമുക്ക് 2014 ശേഷം നരേന്ദ്രമോദിജി വളരെ നിരവധി സ്കീംസ് കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കാസർഗോഡ് ഡിസ്ട്രിക്ട് നോക്കിക്കഴിഞ്ഞെങ്കിൽ പിന്നോക്കാണ് ഡെവലപ്മെൻറ്റ്സിൽ. സോ കുറേ സ്വപ്നങ്ങളുണ്ട് സഫലമാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ആൾക്കാർ വെയിറ്റ് ആക്കുന്നുണ്ട്. സോ ഈ പ്രാവശ്യം അവരെല്ലാവരും തീർച്ചയായിട്ടും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള അശ്വിനി താമര ചിഹ്നക്ക് വോട്ട് ചെയ്യും. ഈ മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലത്തിലാണ് പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത്. മറ്റ് മണ്ഡലങ്ങളെ നോക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പര്യടനമൊക്കെ നടക്കുന്നതല്ലേ, എങ്ങനെയാണ് കാണാൻ പറ്റുന്നത്? കല്ലേശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പുറം, നീലേശ്വരം ഈ ഭാഗത്തല്ല, കാഞ്ഞങ്ങാട് ഭാഗത്തല്ല നല്ല ശക്തമായിട്ടുള്ള പ്രചരണം സ്റ്റാർട്ടായിട്ടുണ്ട്. വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയിട്ടാകുമ്പോൾ നല്ല സ്വീകരണമുണ്ട്. ആൾക്കാരുടെ ഇടയിൽ കയറി നടക്കുന്നുണ്ട്. കോളേജസും പോകുന്നുണ്ട്, ഹോസ്പിറ്റൽസ് പോകുന്നുണ്ട്. എവിടെ പോയി കഴിഞ്ഞെങ്കിലും നല്ല ഒരു മാറ്റങ്ങൾ മുഖത്ത് കാണുന്നുണ്ട്, ആൾക്കാരുടെ മുഖത്തിൽ കാണുന്നുണ്ട്. വനിതാ സ്ഥാനാർത്ഥി എന്ന പരിഗണന കൂടുതൽ കിട്ടുന്നുണ്ട്? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. സ്ത്രീ ആയിക്കൊണ്ട് സ്ത്രീകൾ ഇടയ്ക്ക് പോകുമ്പോൾ നല്ല സ്വീകരണമാണ്, നല്ല സപ്പോർട്ടാണ്, നല്ല ഒരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ട്. സ്ത്രീയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ത്രീകൾക്ക് ഉപകാരം ഉണ്ടാവുമെന്ന് ആ വിശ്വാസം അവർക്കുണ്ട്. ഇപ്പോൾ പുതിയ സർവേകളെല്ലാം മോദി അധികാരത്തിലെത്തും തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് ജില്ലയിൽ നമുക്ക് എന്തൊക്കെ വികസനമാണ് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? മൾട്ടി സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റൽ വേണം, കോളേജസ് വേണം. അതേപോലെ നമ്മളെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ ലാസ്റ്റ് ടൈം ഇവിടെ പോയിട്ടുണ്ടായി, കടപ്പുറത്ത് പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ ഹാർബറിൻ്റെ പ്രശ്നമുണ്ട്. എവിടെ പോയെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ആൾക്കാർ. സോ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ജയിച്ചു വന്ന് കഴിഞ്ഞെങ്കിൽ മോദിജിൻ്റെ ഗ്യാരണ്ടീൻ്റെ അശ്വിനിൻ്റെ ഉറപ്പാണ്. നല്ല കാസർഗോഡ് മണ്ഡലം ഡെവലപ്മെൻറ്റിൽ കാണും. ഈ UDF പ്രധാനമായി ആരോപിക്കുന്നത് LDFും BJPയും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്നാണ്. അതിനെങ്ങനെയാണ് മറുപടി പറയുന്നത്? ഞാൻ അങ്ങോട്ട് പറയാം, LDF പിന്നെ UDF അന്തർധാരണയുണ്ടെന്ന്. അങ്ങനെ ഒന്നുമില്ല. BJP ആരെ ഞങ്ങൾ വി ആർ നോട്ട് ടേക്കിംഗ് എനി സപ്പോർട്ട്. BJP നമ്മൾ നരേന്ദ്രമോദിജി കൊണ്ടുവന്ന നിരവധി സ്കീംസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താഴെത്തട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. ബിക്കോസ് മോദിജി അവിടെ ഉള്ള കൊണ്ട് നമ്മൾ ഇവിടെ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ട്, നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്, ആനുകൂല്യം കിട്ടുന്നുണ്ടെന്ന് നന്നായിട്ട് എല്ലാ വീട്ടിലും അറിയാം. ബിക്കോസ് എല്ലാ വീട്ടിലും ഓരോരോ ബെനിഫിഷ്യറീസ് ഉണ്ടാണ്. കേന്ദ്ര സർക്കാർ പദ്ധതിന് ഓരോരോ ബെനിഫിഷ്യറി എല്ലാ വീട്ടിലുണ്ട്. സോ ഇത് ജനങ്ങളിടയിൽ ഓൾറെഡി അറിയും. സോ വി ആർ നോട്ട് ഡിപ്പെൻഡിങ് അബൌട്ട് എനി അതേഴ്സ്. അതുപോലെ കേന്ദ്രത്തിൽ മോദിജി അധികാരത്തിൽ വരുമെന്നാണ് സർവേവെങ്കിലും കാസർഗോഡ് ജില്ലയിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ 1,00,000 ഭൂരിപക്ഷത്തിൽ വരുന്നൊക്കെയാണ് പല സർവേകളും വന്നിട്ടുള്ളത്. അതിനെങ്ങനെയാണ് കാണുന്നത്? സർവേകൾ വരുന്നു, അത് അവർ പറയുന്നല്ലേ സർവേകൾ. പിന്നെ നമുക്ക് വെയിറ്റ് ആക്കിയിട്ട് നോക്കാം. ലെറ്റ്സ് വാച്ച് ആൻഡ് വെയിറ്റ്. വിജയ ആശംസകൾ. താങ്ക് യു. എന്തായാലും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് NDA സ്ഥാനാർത്ഥിയുള്ളത്.
KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. ഈസ്റ്റർ ദിനമാണ് എങ്കിലും സ്ഥാനാർത്ഥികൾക്കൊന്നും ഇന്ന് വിശ്രമമില്ല. കഴിയുന്നത്ര വോട്ടുകൾ സമാഹരിക്കാനുള്ള തിരക്കിൽ ആണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇന്ന് ബാങ്ക് ജീവനക്കാർക്കും അവധിയില്ല. പ്രത്യേകിച്ച് ഇന്ന് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിവസം ആണ്. നാളെയാണ് പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പുതുക്കിയ നികുതി ഘടനയും ഫീസ് നിരക്കുകളും എല്ലാം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ചുരുക്കി പറഞ്ഞാൽ മലയാളികളുടെ ചെലവ് നാളെ മുതൽ കൂടും. വാർത്താരംഭം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഉണ്ടായിരുന്നു. ഏതായാലും